നമസ്തേ. കൈരളി TV പോലും മുക്കിയ ആ വാർത്ത. ഡിസംബർ 9 രാജ്യസഭയിൽ CPM MP ആയ ജോൺ ബ്രിട്ടാസ് സഭയിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. അതിന്റെ ഉത്തരവും മന്ത്രി എഴുതി നൽകി. എന്നാൽ കേരളത്തിലെ കൈരളി TV പോലും ആ വാർത്ത നൽകിയില്ല എന്നതാണ്. മാധ്യമസിംഹം എന്നാണ് ദേശാഭിമാനിയും കൈരളി TVയും ബ്രിട്ടാസിനെ വിശേഷിപ്പിക്കുന്നത് എന്നറിയാമല്ലോ. ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ചോദിച്ച ആ ചോദ്യത്തെക്കുറിച്ചും ഉത്തരത്തെക്കുറിച്ചും പറയാം. ചോദ്യം: ഇന്ത്യയിൽ വഖഫ് സ്വത്തുക്കൾ എത്രയാണ്? വഖഫ് കയ്യേറ്റ സ്വത്തുക്കളും സംസ്ഥാനം തിരിച്ചുള്ള എണ്ണവും വ്യക്തമാക്കുക. കിരൺ റിജ്ജു ന്യൂനപക്ഷ മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: വാംസി അഥവാ വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മുടെ കോൺഗ്രസിന്റെ സോണിയയുടെ കുഞ്ഞാണെന്ന് വേണമെങ്കിൽ പറയാം. അത് പ്രകാരം 8,72,352 സ്ഥിര സ്വത്തുക്കളും 16,713 ജംഗമ സ്വത്തുക്കളും വഖഫ് നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 994 വഖഫ് സ്വത്തുക്കൾ ബലമായി കയ്യേറിയവയാണ്. നോട്ട് ദ പോയിന്റ്, ബലമായി കയ്യേറിയവയാണ്. ഇനിയാണ് രസം. ഈ കയ്യേറിയ സ്വത്തുക്കൾ എന്നത് വഖഫ് ഭൂമിയോ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയോ കയ്യേറിയതോ ആയ സ്വത്തുക്കളെയാണ് സൂചിപ്പിക്കുന്നത് എന്നോർക്കണം. നമ്മുടെ ജോൺ ബ്രിട്ടാസ് മുസ്ലിങ്ങളുടെ മിശിഹ പിതാവാകാൻ സംസ്ഥാനം തിരിച്ചുള്ള രാജ്യത്തുടനീളമുള്ള വഖഫ് സ്വത്തുക്കളുടെ എണ്ണം കൂടാതെ നിയമവിരുദ്ധമായി അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കളെ കുറിച്ചുള്ള ആശങ്കയിലാണ്. അത്തരം സ്വത്തുക്കളുടെ വിശദാംശങ്ങളും ബ്രിട്ടാസ് പ്രത്യേകം ചോദിച്ചു എന്നത് നിങ്ങൾ ഓർക്കുക തന്നെ വേണം. വീണ്ടും ആ മറുപടിയിലേക്ക് വരികയാണ്. വഖഫ് ആക്ടിലെ സെക്ഷൻ 51 ക്ലോസ് 1A പ്രകാരം വഖഫ് വസ്തുവിന്റെ ഏതെങ്കിലും വിൽപ്പന, സമ്മാനം, കൈമാറ്റം, പണയപ്പെടുത്തൽ എന്നിവ അസാധുവായിരിക്കും. കൂടാതെ വഖഫ് നിയമത്തിലെ സെക്ഷൻ 52 പറയുന്നത് വഖഫ് ബോർഡ് നിർദ്ദിഷ്ട രീതിയിൽ എന്തെങ്കിലും അന്വേഷണം നടത്തിയ ശേഷം ഏതെങ്കിലും വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടതായി നിർണയിക്കപ്പെടുകയാണ് എങ്കിൽ അത് ആരുടെ അധികാര പരിധിയിലുള്ള സ്വത്ത് കളക്ടർക്ക് അഭ്യർത്ഥന അയക്കാവുന്നതാണ്. ഇനിയാണ് ആ പോയിന്റ് വരുന്നത്. സ്റ്റാലിൻ DMK സർക്കാരിന്റെ ഹിന്ദുക്കളോടുള്ള ചതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വഖഫ് ഏറ്റവും അധികം കയ്യേറ്റം ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. രാജ്യവ്യാപകമായി ആകെയുള്ള 994 വഖഫ് കയ്യേറ്റ സ്വത്തുക്കളിൽ തമിഴ്നാട് 734, ആന്ധ്രാപ്രദേശ് 152, പഞ്ചാബ് 63, ഉത്തരാഖണ്ഡ് 11, ജമ്മു കാശ്മീരിൽ 10 എന്നിവയാണ്. നിങ്ങൾ മനസ്സിരുത്തി കേൾക്കണം ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് മുനമ്പം അത് വഖഫ് ഭൂമിയാണ് എന്നർത്ഥം. അത് ലത്തീൻ കത്തോലിക്കരും കോൺഗ്രസും തമ്മിലുള്ള തർക്കം. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ ലത്തീൻ കത്തോലിക്കക്കാർക്ക് മുനമ്പം ഭൂമി തിരികെ വാങ്ങിച്ചു കൊടുത്താലും അവരുടെ കൂറ് കോൺഗ്രസിന് തന്നെ എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഒന്നില്ലെങ്കിലും രണ്ടും എബ്രഹാമിന്റെ സെമറ്റിക് മതമാണല്ലോ വരിക. ഇനി അവസാനമായി അഭിനവ പാണക്കാട് ശിഹാബ് തങ്ങളാകാൻ നോക്കിയ ജോൺ ബ്രിട്ടാസ് അങ്ങനെ ശിവാജി എന്ന രജനീകാന്ത് സിനിമയിലെ ആമ്പൽ ആമ്പൽ എന്ന പാട്ടുമായി പാർലമെന്റ് വിട്ടുപോയി. ഇത് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ കണ്ടോ? ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൈരളി പോലും ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല എന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ്.